എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ടെല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. മത്സരം തുടങ്ങാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. ഏതായിരുന്നു മലയാളം? ഇന്ന് തമിഴ് ആയിക്കോട്ടെ. ഓക്കെ, ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവർ വിജയിക്കട്ടെ. യെസ്. ഓക്കെ, അപ്പോൾ കിടക്കാം. ഓ, ഏതാ ടോസിങ്? ഹെഡ്, ടെയില്. ഇന്ന് ടോസിലും പോയി. സാധാരണ ടോസെങ്കിലും കിട്ടുന്ന ടോസ് പോയതിൽ ഞാനൊരു ചെറുതായിട്ടൊന്ന് ഇടറിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ തമിഴ് തന്നെ തന്നിട്ടാണ് തുടങ്ങാം. ഓ, ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. തമിഴല്ല, മലയാളം കിട്ടിയിരിക്കുന്നത്. ആസിഫ് അലി നായകനാവുന്ന തമർ മൂവി. ഓക്കെ, സിനിമയുടെ പേരെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആൾറെഡി ഇതിന് മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പേര് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. സർക്കീട്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ത്രില്ലറൊക്കെ വിട്ട് ഇനി ഫാമിലി, ഒരു ഫീൽ ഗുഡ് പിടിക്കാണ്. ഫാമിലി മൂവിയാണെന്ന് പറഞ്ഞത്. യെസ്. എന്താണെങ്കിലും ഏപ്രിലാണ്. ഓക്കെ, അടുത്തത് പടക്കുതിര. ശരി, സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വന്നതാണ് കേട്ടോ ഇന്നലെ. എന്താണെങ്കിലും ഡോക്ടർ സലോൺ സൈമൺ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ഫീൽ ചെയ്യുന്നല്ലേ? ഭയങ്കര ചെറുപ്പ്. കുക്കർ അടിക്കുന്നുണ്ടല്ലോ. ബീഫ് ചിക്കൻ കുക്കറിലല്ല ഉപയോഗിക്കൂല. നെയ്ച്ചോറാണ്. ചിക്കൻ വാങ്ങിക്കൊണ്ടുണ്ട്. അത് വേറെ ഉണ്ടാക്കുന്നുണ്ടാവും. അല്ല, കീഴ് എപ്പിസോഡ് മറന്നു. ഒരു പിടുത്തം പിടിക്കാനോ ഇങ്ങനെ ആലോചിച്ചിരിക്കും. പിടുത്തം പിടിച്ചിട്ട് പോയാലോ? അപ്പൊ നമ്മുടെ കാര്യത്തിന് എന്തായിരുന്നു, നമ്മുടെ പരിപാടി എന്തായിരുന്നു? കീഴ് എപ്പിസോഡല്ലേ? ഓക്കെ, അടുത്ത കീഴ്. ഇപ്പോൾ 0-0 ഉണ്ടോ? ഓക്കെ. ഓ, ആലപ്പുഴ ജിംഖാന. ഇതെന്താ മലയാളം മാത്രമേ ഉള്ളൂ? ആലപ്പുഴ ജിംഖാന സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് ഫ്രാങ്കോ അല്ലേ ആള്? ക്യാരക്ടർ നെയിം എന്താണ്? ഷിയാസ് അലി അല്ലല്ലേ? ഷിഫാസ് അലി. ശരിയാ, ഷിയാസ് അല്ലല്ലോ, ഷിഫാസ് അലി. തെറ്റിക്കാണ് നീ. അല്ല, ഞാൻ കുക്കറിന്റെ കേട്ടിട്ടല്ലേ? പെട്ടെന്ന് തീർന്നിട്ടോ. നീ ജയിച്ചോ, കുഴപ്പമില്ല. സത്യം പറയാ, കിഴിയിൽ നിന്ന് പുറത്തുപോയി. മനഃപൂർവ്വം എന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ തോപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലേ. കിഴി എപ്പിസോഡ് തുടങ്ങാന്ന് പറഞ്ഞ അപ്പൊ വിസില് അടിപ്പിച്ചോടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ജയിലർ 2. ഇപ്പൊ പോയത് വിസിലല്ല കേട്ടോ. എന്റെ 1-0. എന്താണെങ്കിലും സിനിമയുടെ, അതായത് സൺ TV ഇട്ടൊരു സംഭവം ഉണ്ട്. സൺ പിക്ചേഴ്സ് നെക്സ്റ്റ് സൂപ്പർ സാഗ. ജയിലർ 2ന്റെ അനൗൺസ്മെന്റ് ആണ്, ഷുവറാണ്. പ്രമോ ഉടനെ തന്നെ വരുമായിരിക്കും. അന്നൊരു ആഘോഷം. അന്ന് ആഘോഷത്തിന്റെ രാവാണ്. തകർക്കും. മിക്കവാറും 14 തീയതി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സൂര്യ 45 സ്പോർട്സ് പെൻസിറ്റി എന്താണ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ 2025. ഓക്കെ, 1-1 ആയിട്ടുണ്ട്. സൂര്യ 45 ടൈറ്റിൽ ഇട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. അതായത് വേട്ടൈക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് വിജയിക്കായിരുന്നു. ഇതിപ്പോ പേട്ടൈക്കാരൻ. കൊള്ളാം, കുഴപ്പമില്ല. അടുത്തത് ഓക്കെ, പ്രണവ് രാഹുൽ സദാശിവൻ മൂവി. അടുത്ത വിസിലിങ്ങനെ വിസിലല്ല, വിസിലുണ്ട്, കിട്ടുന്നില്ല. കിട്ടുന്നില്ല, നടക്കട്ടെ. ഓ, ഇതിനൊരു ബുദ്ധിമുട്ട്. എന്താണെങ്കിലും ആലപ്പുഴ ഇതിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു കിഴി എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു പിക്ക് പുറത്ത് വന്നിട്ടുണ്ട് പ്രണവിന്റെ. പിന്നെന്താ, പിന്നെ ഹൊററും കൂടിയാണ്. ഹൊററാകുമ്പോ പേടി ഇതൊക്കെ കൂടുതലായിട്ട് വരണം മുഖത്ത്. ഭാവം അതൊരു സത്യം കൊണ്ടുവരായിരിക്കൂലേ? ഓക്കെ, അടുത്ത വിടാമുയർച്ചി 2-1. വിടാമുയർച്ചി സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ജനുവരി 23 മലയാളം വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ജനുവരി 23 ഡൊമിനിക്കിന്റെ കൂടെ അല്ലേ? അപ്പോൾ ഒഫീഷ്യലി വന്നിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുള്ളൂ. അടുത്തത് മാർക്കോ സിനിമ ഹിന്ദിയിൽ ഇപ്പോഴും 450 സ്ക്രീനിൽ 1200 ഷോ. 3ാമത്തെ ആഴ്ചയായി അല്ലേ? 3rd വീക്ക്. ഹിന്ദിയില് എത്ര? 12 കോടി ഇതുവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞു, ഹിന്ദി വെർഷൻ മാത്രം. നിങ്ങൾ റീൽസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു മാർക്കോയുടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് അങ്ങ് ഒരു ലൈക്ക് കൊടുക്കുക,
പിന്നെ ഇങ്ങനെ വരും, കണ്ടിന്യൂസ് അങ്ങ് വന്നോളും. എന്താണ് അവിടുത്തെ ഓളം എന്ന് അപ്പം മനസ്സിലാവും. ഓക്കെ, വിലായത്ത് ബുദ്ധ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പാലക്കാട് വെച്ചിട്ട്. ഓക്കെ, നിർത്തിയതായിരുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ മാസം ലാസ്റ്റോട് കൂടി ഫിനിഷ് ആവും എന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. ഡ്രീം പ്രൊജക്റ്റ് ആണ്. ഡബിൾ മോഹൻലാട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം കേട്ടോ. ശരിക്ക് പൃഥ്വിരാജിന്റെ ഓരോ കഥാപാത്രങ്ങൾ നോക്കിയല്ലേ ഭീകരം. അടുത്തത് എമ്പുരാൻ. മലയാളം വെച്ചാൽ ഞാൻ ഇപ്പൊ തൂക്കി അടിച്ചേനെ കേട്ടോ, സത്യം കേട്ടോ. അല്ലെങ്കിലും പരാജയം നമ്മൾ ചോദിച്ചു ഇറന്നു വാങ്ങുന്നതാണല്ലോ, പറഞ്ഞിട്ടേ അല്ല. എന്താണെങ്കിലും എമ്പുരാന്റെ കുറച്ച് സ്റ്റില്ല്, കുറച്ചല്ല ഒരു സ്റ്റില്ല്. അതായത് മഞ്ജു വാര്യരുണ്ട്, ടോവിനോണ്ട്, മുരളി ഗോപി ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ഒരുമിച്ചേക്കുന്ന ഒരു ഫോട്ടോ. എമ്പുരാൻ ഗ്യാങ്. അതെ, ഇന്നലെ ലാലേട്ടന്റെ ഡബിങ് ഏതാണ്ട് പൂർത്തിയായി എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺലി ഒന്ന് ചോദിക്കുകയാണ്, ഡോൺലി എന്നുള്ളൊരു അക്കൗണ്ടിൽ ഒരു കമന്റ്, ഡോൺലിയുടെ ഡബിങ് കംപ്ലീറ്റ് ആയോ? അത് അവിടുന്ന് ദുബായിൽ നിന്ന് തീർത്തിട്ടാണ്. അത് സിംഗിൾ സൗണ്ട് ആയിരുന്നു. അതെ, അതിന് ഡബിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സിംഗ മിക്കവാറും നമ്മൾ സിംഗിൾ ഇങ്ങനെ നടക്കൂലേ? മിക്കവാറും ഉണ്ടാവും. അല്ല, എനിക്ക് ഇവരെ വിശ്വാസമല്ല എനിക്ക്. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ അടുത്ത എന്തോ ഒരു കള്ളം പറഞ്ഞില്ലേ, 1500 കോടി തെറ്റി 1050, അതായത് 150 കോടി 1050 ആക്കി. അതെ, അന്നും ചലച്ചായിരുന്നു. തീരുമാനമാകുമോ? ഓക്കെ, അടുത്ത കിഴി. മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഗായത്രി അരുണിന്റെ കൂടെ ഉള്ള. ഓക്കെ, തീരാളതാട്ടോ അതെ ഫോട്ടോ അല്ലേ. ഏതൊക്കെ പെണ്ണുങ്ങൾ ഒരുമിച്ചെടുക്കുന്നുണ്ടോ ഈ സിനിമയിൽ, അവരൊക്കെ തീരാളതാണ് അല്ലേ. അടുത്തത് എന്തായിരുന്നു, എന്ത് മോഹനാണ്? ഡബിൾ മോഹൻ. അത് ആ മോഹനല്ലേ ഇവിടെ സൈനൈഡ് മോഹൻ. അടുത്തത് തുടരും സിനിമേന്റെ ഫൈനൽ മിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജെക്സ് വിജയ് കുറച്ച് സ്റ്റോറി കിട്ടിട്ടുണ്ട്. സംഭവം ഗംഭീരമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ടീസർ 38 സെക്കൻഡ് ഉള്ളെങ്കിൽ പോലും അതൊന്ന് പെട്ടെന്ന് കൊണ്ട് വീടുമായിരുന്നെങ്കിൽ. അതെ, എന്തായാലും പൊളി സാധനം തന്നെ ആയിരിക്കും. അതെ, സിനിമ റിലീസിന് എത്തുന്നത് 30-ാം തീയതി. ഓക്കെ, അടുത്ത കിഴി. മമ്മൂട്ടി നിതീഷ് സഹദേവൻ മൂവി. നിതീഷ് സഹദേവൻ ഒരു സ്റ്റോറി മമ്മൂക്കയെ കണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. മേ ബി മഹേഷ് നാരായണൻ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ചെയ്യുക, അങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഫാലിമി സിനിമയുടെ സംവിധായകൻ, ഡയറക്ടറാണ്. അതെ, ഫാലിമി പൊളിപ്പടായിരുന്നു. എന്തായാലും കാത്തിരിക്കാം. നമുക്ക് ആ ചെറിയ പരിപാടിയാണ് പിടിച്ചു തുടങ്ങുന്നൊരു സംശയം കേട്ടോ. മാറി ചെറിയ സിനിമകൾ ചെറിയ രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ, ഡൊമിനിക്കിനൊക്കെ എത്ര വളരെ കുറവാണ് അതിന്റെ ബഡ്ജറ്റ്. പിന്നെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് ഒരു ചെറിയ സിനിമകളിലേക്ക് ഒതുങ്ങുവാണോ എന്നൊരു സംശയം. ടർബോയാണ് അവരുടെ ഏറ്റവും ബഡ്ജറ്റിൽ വന്ന സാധനം. എന്താണെങ്കിലും നോക്കാം. പിന്നെ കണ്ണൂർ സ്കോഡും. അടുത്തത് ഗെയിം ചേഞ്ചർ. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 80 കോടി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ന്യൂസ്. അതാണ് 156 തള്ളിയത് കോടി. ഇപ്പൊ 400-300 സംതിങ്ങിന്റെ ഒക്കെ തള്ള് നടക്കുന്നുണ്ട്. ഇന്നവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. 300 കോടി 2 days. ഇവരിത് എങ്ങനെ എന്ത് മാനദണ്ഡത്തിലാണ് അറിയോ ഡിസൈൻ ചെയ്യുന്നത്? അത് വമ്പൻ കളക്ഷൻ നേടിയ മറ്റു സിനിമകളില്ലേ, അത് മറ്റൊരു തള്ളി വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ, അത് മൊത്തം എടുക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ദേവരന്റെ മുകളിൽ കിടക്കട്ടെ, പുഷ്പന്റെ താഴെ കിടക്കട്ടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ടാ സാധനം ഇടുന്നത്. ഇന്നിപ്പോ അടുത്ത് വരാനുണ്ട് കേട്ടോ, വരും അടുത്ത് തന്നെ വരും. ഇന്നിപ്പോ ഏത് വെച്ചിട്ടാ കമ്പയർ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ അങ്ങനെ ഓക്കെ. അടുത്ത കിഴി. അടുത്ത വിസിൽ വന്നിട്ടോ, സമയമായി. എന്നെ തോപ്പിച്ചു. റെട്രോ 3-1. ഞാൻ പോയിട്ട് നെയ്ച്ചോറും കൂടി നിന്നിട്ട് വരാം. എന്തായാലും ഇവൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് ആ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ശ്രദ്ധയെ പാടെ മാറ്റി കളഞ്ഞു. ഞാനല്ല അതിന്റെ അജണ്ട പറഞ്ഞത്, തമിഴ് എടുക്കാമെന്നും മത്സരിക്കാമെന്നും പറഞ്ഞത് ഇവനാണ്. അപ്പോൾ 2025 4 മത്സരം കഴിഞ്ഞു, 2 സമനില, 2 ഞാൻ ജയിച്ചു. അതിനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആൾറെഡി. അതായത്
ലാലേട്ടന്റെ വർഷമാണ് ഈ വർഷം, അതുപോലെ എൻ്റെ റെട്രോ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നു. ജനുവരി 26-ന് ഇതിന്റെ ഒഫീഷ്യൽ ടീസർ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് ഏതാണ്ട് വിശ്വസിക്കാം എന്നുള്ളതാണോ? അതെ, എന്താണെങ്കിലും 26-നാണ്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത ദിവസമാണ്. 25-ന് നമുക്ക് കുറച്ച് ബിസിയാണ്. അന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്, ലാലേട്ടന്റെ ഒരുപാട് സിനിമകളുടെ. ആശീർവാദിന്റെ എന്താ സുവർണ ജൂബിലിയാണ്. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് വരും. എന്താണെങ്കിലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഞാൻ ആട്ടുന്ന കരയുന്നത് പോലെ ഫീൽ ചെയ്യുന്നല്ലോ. നാടൻ മാറി വേറെ ആളായി, ചാത്തം മാറി ചാത്തം കയറിയൊന്ന്. അതെന്നാ ഇപ്പൊ ജൂനിയർ മാൻഡ്രേക്കിന്റെ ഭ്രമയുഗം പോലെ കയ്യിൽ വെച്ചോ. ഓക്കെ, ഇത് എടുക്കുന്നു പറഞ്ഞുതരാം. കട്ടകാലമാ, നാളെങ്കിലും തോറ്റോ. എന്താണെങ്കിലും ഈ ജയം ഇല്ലാഞ്ഞിട്ട് ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ മാനസികമായിട്ട് വളരെ തകർന്നു പോകുന്നു. എന്താണെങ്കിലും ഞാൻ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.